അങ്ങനെ ഞാൻ വെള്ളവും കൊണ്ട് കുന്നിൻ്റെ മണ്ടയിൽ കയറി വന്ന് ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ ഈ ഗ്രാമ്പുന്നേ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഗ്രാമ്പുന്നയൊക്കെ പട്ടുപോകും. അതുകൊണ്ട് ആണ് വെള്ളം കോരിയത്. നമ്മളിവിടെ ഒരു വെള്ളം ഒഴിച്ച് വിടാനായിട്ടൊരു ടാങ്കും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ടാർപ്പയിൽ. അങ്ങനെ ഞാൻ രണ്ടാമത്തെ കലം വെള്ളവും കൊണ്ട് വീട്ടുകടയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വീട് കഴിഞ്ഞ് വീട് താഴെയാണ്. താഴെ കാണുന്നതാണ് വീട്. വീടും കഴിഞ്ഞ് ഞാൻ ഈ വേൾഡ് കയറി വന്നു. ആദ്യം കൊണ്ടുവന്ന് ഒരു ചരുവം വെള്ളം അതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത ചരുവം വെള്ളം എടുക്കാനായിട്ട് പോവാം. താഴെ പോകണം. അതെന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് താഴെ ഇറങ്ങി പോകണം, എന്നാലേ നമ്മുടെ കിണറിലെത്തുള്ളൂ. താഴെ കാണുന്നതാണ് നമ്മുടെ വീട്. വയ്ക്കാനായിട്ട് ഇവിടെ ടാർപ്പിലെ ടാങ്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിനൊക്കെ വെള്ളം ഒഴിക്കണം. അങ്ങനെ നല്ല വെയിലുമാണ്. അപ്പോൾ വെയിലത്ത് ഇപ്പോൾ കുറച്ച് വെള്ളം കോരി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം കുറച്ച് വെള്ളം കോരാം, എന്നാലേ നിറയുള്ളൂ, കുളം നിറയുള്ളൂ. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ചരുവം വെള്ളവും കൊണ്ടാണ് ഇപ്പം ഞാൻ വന്നത്. അപ്പം നമുക്ക് വൈകുന്നേരം വെള്ളം ഒഴിക്കണം. അല്ലാണ്ടിപ്പോൾ ടാങ്കിൽ നേരത്തെ കോരിയിട്ട വെള്ളമൊക്കെ തീർന്ന്. അപ്പോൾ അതിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം കോരണം. അപ്പം നമ്മൾ ടാങ്ക് ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടാർപ്പയിലെ ടാങ്ക്. വെള്ളം നല്ല നിറച്ചിട്ടിരുന്നാണ്. ഇപ്പം അങ്ങ് വറ്റി വെള്ളം ഒഴിച്ച് കോരി വെള്ളം തീർന്നു. അങ്ങനെ വെള്ളം കോരിയാണ്. ഒരു തരം വെള്ളം ഇവിടെ കൊണ്ട് വച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കാണ് വെള്ളം ഒഴിക്കാനുള്ളത്. അതിനെ മറച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. വെയിലായതുകൊണ്ട് വെയിലിൻ്റെ ചൂട് തട്ടാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ മറച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ടാങ്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇനി ഫുള്ള് കോരി നിറയ്ക്കണം, വെള്ളം കോരി നിറയ്ക്കണം. അല്ല, കുന്നിൻ്റെ മുകളിലാണ്. ഇവിടെ അടുത്തെവിടെയും വെള്ളമില്ല. അങ്ങനെ താഴെ കിണറ്റിൽ നിന്നാണ് വെള്ളം എടുത്തുകൊണ്ട് വരണത്. ഇത് രണ്ടും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരാണ്. ഞാൻ വെള്ളം എടുത്ത് വന്നപ്പോഴത്തേന് എൻ്റെ പുറകെ വന്നതാണ്. വരി. നമുക്കിനി 4-5 ചരുവം വെള്ളം കൊണ്ട് ഒഴിച്ച് ഇനി നിറഞ്ഞില്ല, ഇനിയും വേണം. ഞാൻ ഇനിയും എടുക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ഒരു വീടുണ്ട്.
കുറേ കൂടെ അങ്ങ് താഴെ പോകണം. ആ കാണുന്നതാണ് നമ്മുടെ കിണർ. അങ്ങനെ കുഴിയിൽ ഇത്രയും വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി ഒരു ചരുവം വെള്ളം കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൽ മൂട്ടിലോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചരുവം വെള്ളം കൊണ്ടുവച്ച് ഇനിയിപ്പം 5 മണിയാകുമ്പോൾ 4:30 ആയി. 5 മണിയാകുമ്പോൾ ഇനി ഇതിൻ്റെ മൂട്ടിലേക്ക് വെള്ളം ഒഴിക്കണം. ചെറിയൊരു ചരുവം കൂടി ഉണ്ട്, അതും കൂടി പോയി എടുത്തിട്ട് വന്നിട്ടേ ഞാൻ ഇനി വെള്ളം ഒഴിക്കുകയുള്ളൂ. അങ്ങനെ രണ്ടാമത്തെ ചെറിയ ചരുവം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വെള്ളം ഒഴിക്കണം. 5 മണിയായി, ഇനി വെള്ളം ഒഴിക്കണ സമയമാണ്. ഇനി വെള്ളം ഒഴിക്കാം. നല്ല ഇറക്കമാണ്. താഴെ കൂടെ ഒരു തോടുണ്ട്, ചെറിയൊരു തോടുണ്ട്. അപ്പം അങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല, ഭയങ്കര തേരിയാണ്, കയറ്റമാണ്. അതുകൊണ്ട് നമ്മൾ കിണറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വരണം. കരട്ടൊക്കെ വലിയ മലയും കുന്നും പാറാക്കെട്ടുകളൊക്കെയാണ്. ഇവിടെയുണ്ടൊരു പാറാക്കെട്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൻ്റെ അകത്ത് പാള കോട്ടി വെച്ചിട്ടുണ്ട്. പാളയിലാകുമ്പോൾ കുറച്ച് തണുപ്പ് നിൽക്കും, അതുകൊണ്ട് പാള കോട്ടി വെച്ചിട്ടുണ്ട്. പാളയിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച പാള പൊത്ത് അതിനകത്ത് വെള്ളം നിൽക്കുന്നില്ല. അപ്പോൾ നാളെ വേറെ പാള ശരിയാക്കി വെച്ചാലേ പറ്റുള്ളൂ. ഇതിലൊഴിച്ച് കൊടുക്കാം.